അമ്മ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് കട്ട് ചെയ്യും. അവർ പരാതി പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് പേടിയമ്മ. ഇപ്പോൾ ഒരു പുതിയ ടോപ്പിക്ക്, ടെൻസ്, ഗ്രാമർ. എൻ്റെ അമ്മേ, എനിക്ക് കേൾക്കുമ്പോഴേ പേടിയാ. പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, എന്തൊക്കെയോ ഉണ്ട് അതിൽ. ഇത്രയൊക്കെ പേടിക്കണോ ശരിക്കും നമ്മൾ ടെൻസിനെ? എന്താ നിങ്ങൾക്ക് തോന്നണേ? ഇതിന് മാത്രം വലിയ വില്ലനാണോ ഈ കക്ഷി? അല്ല എന്നാണ് കേട്ടോ എനിക്ക് പറയാനുള്ള. ഒരു കാര്യവും ഇല്ലാതെ നമ്മളെ പേടിപ്പിക്കുന്ന ആ വില്ലൻ്റെ മുഖം മൂടി നമ്മൾ ഇന്ന് അഴിക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഇതൊന്നുമില്ല, കക്ഷി ആളൊരു പാവമാണ്. ഓക്കെ, നമുക്ക് എപ്പോഴും ഉണ്ടാവില്ലേ, അതായത് ഗ്രാമർ എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ ആദ്യം വരിക ടെൻസ്, പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, എന്തായത് ഏതായത്, ഇങ്ങനെയൊക്കെ കുറേ സംശയം നമ്മുടെ മനസ്സിൽ വരും അല്ലേ. എനിക്കൊക്കെ ആദ്യം എങ്ങനെയാണ് കേട്ടോ, ഗ്രാമർ എന്ന് പറയുമ്പോഴേ ടെൻസാണ് മനസ്സിൽ വരിക, പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്തൊക്കെയായത്, അതിനെ പിന്നെയും നാലായി തിരിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ ഇതൊക്കെ എങ്ങനെ പഠിക്കുക, എന്താ സാധനം എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത് ഈസി ആയിട്ടൊന്ന് നോക്കാം, എന്താ സംഭവം, എന്താ ഈ ടെൻസ്. എന്താ ഈ ടെൻസ് എന്ന് വെച്ചാൽ, നമ്മൾ പറയാറില്ലേ മലയാളത്തിൽ സമയം, കാലം എന്നൊക്കെ പറയാറില്ലേ. ഒരു സമയമാണ് ടെൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. എൻ്റെ കയ്യിലൊരു കപ്പ് ഉണ്ടെന്ന് കരുതുക, ഞാൻ ചായ കുടിക്കുകയാണെന്ന് കരുതുക. ഇപ്പം ചായ കുടിക്കാൻ പറ്റിയ സമയമല്ല കേട്ടോ, ഒരുപാട് വൈകിട്ടുണ്ട്. അപ്പോൾ ചായ കുടിക്കുകയാണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഞാൻ ചായ കുടിക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഒരു ശീലം പറയുകയാണെങ്കിൽ ഞാൻ പറയും ഞാൻ ചായ കുടിക്കാറുണ്ട് എന്ന് പറയും അല്ലേ. കുടിച്ചു കഴിഞ്ഞതാണെങ്കിൽ ഞാൻ പറയും ചായ കുടിച്ചു എന്ന് പറയാറുണ്ട്. അതിൽ ഞാനും മാറുന്നില്ല, ചായയും മാറുന്നില്ല. ആകെ മാറുന്നത് എന്താ? കുടിക്കുക, കുടിച്ചു, കുടിക്കും അല്ലേ. ആ ക്രിയയിലല്ലേ മാറ്റം വരുന്നത്, നമ്മൾ ചെയ്യണ ആ പ്രവൃത്തി അതിനല്ലേ മാറ്റം വരുന്നത്. അതിനെ നമ്മൾ എന്ത് പറയാ? വേർബ് എന്ന് പറയാം. വേർബ് അല്ലേ, ഇംഗ്ലീഷിൽ വേർബ് എന്ന് പറയാം. നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഈ ടെൻസില്ലേ, ഈ വേർബിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു സാധനം. കാരണം ഈ വേർബാണല്ലോ നമ്മളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് ഏത് സമയത്താണ് ഇത് നടക്കണേന്ന്. ചായ കുടിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴാണ് നടക്കുന്നത് അല്ലേ. കുടിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോഴേ നമുക്ക് നമ്മുടെ മലയാളം കേട്ടാൽ അറിയാം അല്ലേ, ഇപ്പോഴാണ് നടക്കണേ. ചായ കുടിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് കേട്ട ഉടനെ അറിയാം കഴിഞ്ഞ പരിപാടിയാണ്, ചായ കുടിച്ചിട്ടുണ്ട്, കുടിച്ചു കഴിഞ്ഞു അല്ലേ, അത് പാസ്റ്റാണ്, കഴിഞ്ഞൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കാൻ, ആ സമയം നമുക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അതേക്കുറിച്ച് കൂടുതൽ പറയാൻ ഒക്കെയാണ് നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്യണേ. അപ്പോൾ നമ്മളൊരു വാചകം പറയുമ്പോൾ സമയം മാറുന്നതിനനുസരിച്ച് ഇംഗ്ലീഷിൽ ആ സെൻറ്റൻസ് മുഴുവൻ മാറുന്നില്ല, ആകെ മാറുന്നത് ഈ വേർബാണ്. അപ്പോൾ ഈ വേർബിനെയാണ് നമ്മൾ ശരിക്കും ഒന്ന് എന്താ പറയുക മുറുകെ പിടിക്കേണ്ടത്. ഈ വേർബിനെ ഒന്ന് മര്യാദയ്ക്ക് പിടിച്ചാൽ നമുക്ക് കുറേയൊക്കെ ടെൻഷൻ ഫ്രീ ആയിട്ട് ടെൻസ് ഇത്രയേ ഉള്ളൂ അല്ലേ എന്നൊരു തോന്നൽ വരും. നമ്മുടെ മലയാളം എടുത്ത് നോക്കിയേ, നമ്മൾ കുടിക്കുക, ആ കുടിക്കുക എന്ന് പറയുന്ന സാധനത്തിനെയാണ് സമയം മാറുന്നതിനനുസരിച്ച് നമ്മൾ എന്താക്കുന്നത്, കുടിക്കാറുണ്ട്, കുടിച്ചു, കുടിക്കും എന്നൊക്കെ പറയണേ അല്ലേ. അതായത് അതിൻ്റെ ബേസ് എന്താ കിടക്കണേ, കുടിക്കുക അല്ലേ. ഇനിയിപ്പം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസ് എന്താണ്, കഴിക്കുക എന്നാണ്. സമയത്തിനനുസരിച്ച് നമ്മൾ ആ കഴിക്കുക എന്നുള്ളതിനെ നമ്മൾ എന്താക്കിയിട്ട് മാറ്റും, കഴിച്ചു, കഴിക്കും, കഴിക്കാറുണ്ട് എന്നാക്കും. അത്രയേ ഉള്ളൂ ഇംഗ്ലീഷിലും. അതായത് അതിനൊരു ബേസ് ഫോം ഉണ്ടാവും. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ പ്ലേ, കളിക്കുക, പ്ലേ, അതിൻ്റെ ബേസ് ഫോമാണ്. ആ പ്ലേനെയാണ് നമ്മൾ എന്താക്കി മാറ്റുന്നത്, കളിച്ചു എന്ന് പറയുമ്പോൾ അത് പ്ലേഡായി, പ്ലേഡ് എന്നായി അല്ലേ. കളിക്കും എന്ന് പറയുമ്പോൾ അതിലൂടെ വില്ല് നമ്മൾ ചേർത്തു, വിൽ പ്ലേ എന്നായി. അപ്പോൾ അതേ ഉള്ളൂ ഇംഗ്ലീഷിൽ നമ്മൾ അത് മാറ്റുമ്പോഴുള്ളൊരു വ്യത്യാസം. അപ്പോൾ നമ്മൾ ഈ മലയാളത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇംഗ്ലീഷിലും ഒരു ബേസ് ഫോം ഉണ്ട്. ആ സാധനത്തിനെയാണ് നമ്മൾ വള്ളിയും പുള്ളിയും ചേർത്തിട്ട് കാലം മാറുന്നതിനനുസരിച്ച് മാറ്റുന്നത്. മനസ്സിലായില്ലേ? ചിലത് നമ്മൾ ED ചേർത്തിട്ടായിരിക്കും പറയാം അല്ലേ, പ്ലേ, പ്ലേഡ്, പ്ലേഡ് എന്ന് പറയും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും അല്ലേ. നമ്മളിപ്പോൾ കോഫി കുടിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ ഐ ഡ്രിങ്ക് കോഫി, ഞാൻ കോഫി കുടിക്കാറുണ്ട്. കോഫി കുടിച്ചു എന്നുള്ളതിന് നമുക്ക് ഐ ഡ്രിങ്ക്ഡ് എന്ന് പറയാൻ പറ്റുമോ, ഡ്രിങ്ക്ഡ് എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ എവിടെയെങ്കിലും അങ്ങനെ പ്രയോഗിച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ. ഇവിടെയൊക്കെയാണ് നമുക്ക് അല്ലറ ചില്ലറ കൺഫ്യൂഷൻ വരിക, ഡൗട്ട് വരിക. നമുക്കതൊന്ന് ക്ലിയർ ചെയ്യാം. അപ്പോൾ കളിക്കുക എന്ന് പറയുക നമ്മൾ പ്ലേ എന്നാണ് അല്ലേ, കളിക്കുക, പ്ലേ. അത് കളിച്ചു എന്നായപ്പോൾ പ്ലേഡ് എന്നായി അല്ലേ. പ്ലേയുടെ കൂടെ നമ്മൾ ആരെയാണ് ചേർത്തേക്കണേ, EDനെയാണ് ചേർത്തേക്കണേ. ED ചേർത്തപ്പോൾ അത് ഭൂതകാലമായി, അതായത് പാസ്റ്റായി, കഴിഞ്ഞ കാര്യമായി അല്ലേ. പക്ഷെ നമ്മൾ ഈ പറയുന്ന ഡ്രിങ്കിനെ എടുത്തപ്പോൾ നമുക്ക് ഒരിക്കലും അതിനെ ഡ്രിങ്ക്ഡ് എന്ന് പറഞ്ഞിട്ട് പാസ്റ്റാക്കാൻ പറ്റില്ല. ഡ്രിങ്ക് എന്ന് പറയുന്നത് പാസ്റ്റ് ആവണമെങ്കിൽ അത് ഡ്രാങ്ക് എന്ന് പറയണം. ഡ്രിങ്കിനെ ഡ്രാങ്ക് ആക്കണം അല്ലേ. അപ്പോൾ കൺഫ്യൂഷൻ വരും നമുക്ക്, ഇതെന്താ ഇങ്ങനെ സംഭവിക്കണേ. ഇത് സംഭവിക്കാനൊരു കാരണമുണ്ട്. ഇംഗ്ലീഷിൽ ഇതിന് 2 പേരുണ്ട്. ഓക്കെ, 2 കൂട്ടരുണ്ട്. ഒന്നാമത്തെ കൂട്ടരാണ് ഈ ED കൂട്ടർ, ED അല്ലെങ്കിൽ IED. നമ്മൾ ക്രൈ പറയാ, കരയുക അല്ലേ. കരഞ്ഞു എന്നാണെങ്കിൽ നമ്മൾ CRIED എന്ന് വന്നു
അതാണ് കേട്ടോ ഈ IED പറഞ്ഞ ഈ വൈയിൽ അവസാനിക്കുന്ന വേർബൊക്കെ പാസ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ IED ആണ് ചേർക്കണേ, IED കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് പ്ലേ പറയുമ്പോൾ പ്ലേഡ് എന്നാവും അല്ലേ. പക്ഷെ ഡ്രിങ്ക് എന്തായി, ഡ്രാങ്ക് ആയി. റൈറ്റ് എന്തായി, റോട്ടായി. ഈറ്റ് ആയി. ഓക്കെ, ഇതിനെ നമ്മൾ പറയുക, ഈ ED കൂട്ടരെ നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേരാണ് റെഗുലർ വേർബ്. എന്താ ഈ റെഗുലർ എന്ന് പറഞ്ഞാൽ ക്രമമായത്, ക്രമമുള്ളത് എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ റെഗുലർ എന്ന് പറഞ്ഞാൽ ഇവരൊരു ക്രമമായിട്ട് ഇവർ പോവുള്ളൂ. ഈ ED മാത്രം ഇവരുടെ കൂടെ വരും. ഇവർ പാവങ്ങളാണ് റെഗുലർ വേർബ്സ്. നമുക്ക് വേറെ കൺഫ്യൂഷനൊന്നുമില്ല ഇവരുണ്ടാക്കാൻ വേണ്ടി. പക്ഷെ മറ്റേ കൂട്ടർ അതല്ല, അവരുടെ പേരാണ് ഇറഗുലർ വേർബ്. അവർ ഈ ക്രമമായിട്ടേ അല്ല വരിക. നമ്മൾ ശരിക്കും കൺഫ്യൂഷനാക്കി കളയും, മൊത്തത്തിൽ അവരുടെ രൂപം മാറ്റി കളയും. അതായത് പ്രസൻറ്റിൽ നിന്ന് ആളുകൾ പാസ്റ്റിലേക്ക് പോകുമ്പോൾ യാതൊരു ബന്ധവും കാണില്ല. അതാണ് ഈ ഇറഗുലർ എന്ന് പറയുന്നത്. അതിലാണ് നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ വരാറുണ്ട്. അതായത് ഈ നമ്മൾ വേർബ് കേൾക്കുമ്പോൾ തന്നെ അതിൽ ED ആണല്ലോ വന്നത്, ജംപ്ഡ് എന്നായി, കുക്ക്ഡ് എന്നായി. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഡ്രിങ്കിൻ്റെ കാര്യം വരുമ്പോൾ അത് ഡ്രിങ്ക്ഡ് എന്ന് പറയാത്തത്, അല്ലെങ്കിൽ എന്താ പറയുക ബൈറ്റ് എന്ന് പറയുമ്പോൾ അത് ബൈറ്റഡ് എന്ന് പറയാതെ ബിറ്റ് എന്ന് പറയുന്നത് എന്നൊക്കെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ വരും. ഇതാണ് അതിൻ്റെ കാരണം കേട്ടോ. കാരണം ഇംഗ്ലീഷിൽ നമ്മൾ ഈ വേർബിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. റെഗുലർ വേർബും ഉണ്ട്, ഇറഗുലർ വേർബും ഉണ്ട്. അതാണ് ഈ ED കൂട്ടരും അല്ലാതെ രൂപം മാറ്റി കളിക്കുന്ന ഈ ആളുകളും. അപ്പോൾ ഞാനിതേ ഇവിടെ സ്ക്രീനിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് റെഗുലർ വേർബ്സും ഇറഗുലർ വേർബ്സും അതിൻ്റെ പ്രസൻറ്റും പാസ്റ്റും ഞാനിതേ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താ പറയുക, ഇതൊന്ന് നോക്കണം. ഇതിൽ നമുക്ക് റെഗുലർ വേർബ് വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് സുപരിചിതമായ വാക്കുകളായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അത് കൂടുതൽ തിരിച്ചറിയാനൊക്കെ. പക്ഷേ ഈ ഇറഗുലറിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് വേറെ ടിപ്സ് ഒന്നുമില്ല കേട്ടോ. നമ്മളിത് യൂസ് ചെയ്യുന്ന വേണം, നമ്മൾ പറഞ്ഞു നോക്കണം. എന്നിട്ട് എന്താ പറയുക, അത് ഈ ഭാഷയാണല്ലോ, ഭാഷ എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാതെ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ കാണുന്നത് ഒന്ന് എഴുതി വെക്കുക. പിന്നെ നമുക്ക് ഗൂഗിളിലൊക്കെ നോക്കി ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഓരോ സെൻറ്റൻസ് ഒക്കെ ഉണ്ടാക്കി നോക്കുക. I see a bird every day. I see a bird every day. ഞാനൊരു പക്ഷിയെ ദിവസവും കാണാറുണ്ട്, ഒരു ബേർഡിനെ ദിവസവും കാണാറുണ്ട്. ഞാൻ ഇന്നലെ ഒരു പക്ഷിയെ കണ്ടു എന്നാവുമ്പോഴോ സീ എന്തായിട്ട് മാറും, I saw a bird എന്നാവും. ഞാനൊരു പക്ഷിയെ കണ്ടു, I saw a bird. സി എന്തായി, സോ ആയി. ഏത് വെബാ, ഇറഗുലർ വെബാണ് അല്ലേ. I buy books. ഞാൻ പുസ്തകങ്ങൾ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചു എന്നാണെങ്കിലോ, ഞാൻ പുസ്തകങ്ങൾ വാങ്ങിച്ചു എന്നാണെങ്കിലോ I bought books. ബൈ ബോട്ട്, കണ്ടില്ലേ, ബൈ എന്തായി, ബോട്ടായി. അപ്പോൾ ഇത് കണ്ട് പേടിക്കുകയൊന്നും വേണ്ട, കുറേ നിങ്ങൾ ഒരുമിച്ച് നോക്കുകയൊന്നും വേണ്ട, കുറേശ്ശെ ആയിട്ട് മനസ്സിലാക്കിയെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ റെഡിയാവും. കണ്ണാടി നോക്കുക, പ്രാക്ടീസ് ചെയ്യുക, ചുമ്മാ പറഞ്ഞു നോക്കുക, റെഡി ആയിക്കോളും. യാതൊരു വിധത്തിലും ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്, എങ്ങനെ പറയാ, യെസ്, ഐ സ്പീക്ക് ഇംഗ്ലീഷ് അല്ലേ. ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചു എന്നാണെങ്കിലോ സ്പീക്ക് എന്താവും, ഐ സ്പോക്ക് ഇംഗ്ലീഷ് കേട്ടോ. അപ്പോൾ പലർക്കും ഇത് ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ പേടി വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇതാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും, അയ്യോ തെറ്റിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഇപ്പോഴും നമ്മൾ എന്തോരം തെറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ, എത്രയോ മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നില്ലേ. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കി കവർ ചെയ്ത് വരുമ്പോഴാണ് നമുക്കൊരു സന്തോഷം കിട്ടുന്നത്. ഇനി ഇതിൻ്റെ കൂടെയുള്ളൊരു കൂട്ടരാണ് ഈ കൂട്ടർ. ഞാൻ പഠിക്കും, ഞാൻ ചെയ്യും, അതെപ്പോഴാണ്, ഭാവിയിലാണ് അല്ലേ, ഭാവിയിൽ നാളെ. അപ്പോൾ അവരുടെ കൂടെ നമ്മളെപ്പോഴും ചേർക്കാരെയാണ്, വില്ലിനെയാണ് ചേർക്കാറ് അല്ലേ. അപ്പം ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും, ഐ സ്പീക്ക് ഇംഗ്ലീഷ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ പാസ്റ്റിൽ പോകുമ്പോഴാണ് കേട്ടോ ഈ റെഗുലറും ഇറഗുലറും, അതായത് ഈ ED വാലുള്ള ആളുകളും അതുപോലെ തന്നെ ഒരു ബന്ധവും ഇല്ലാത്ത മറ്റേ നമ്മുടെ സ്പോക്കൊക്കെ പറഞ്ഞില്ലേ ആ ആളുകളൊക്കെ വരുന്നത്. പക്ഷെ നമ്മൾ ഫ്യൂച്ചറിൽ പറയുമ്പോൾ ഈ വില്ല് ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ക്രിയയുടെ ആദ്യത്തെ രൂപം ഉപയോഗിച്ചാൽ മതി. പ്രസൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ലേ, അത് തന്നെ. ഞാൻ ക്രിക്കറ്റ് കളിക്കും, ഐ പ്ലേ ക്രിക്കറ്റ് കണ്ടോ, ഐ പ്ലേഡ് എന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, ഐ പ്ലേ ക്രിക്കറ്റ്. ഈ വില്ല് വരുമ്പോൾ ക്രിയയുടെ ആദ്യത്തെ രൂപം മാത്രം മതി കേട്ടോ. ഇംഗ്ലീഷ് ഭാഷയിൽ ഈ 3 ടെൻസിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം നമ്മുടെ കയ്യിൽ 12 ടെൻസ് വരും. ഇത് സിമ്പിളാണ് കേട്ടോ. നമ്മൾ മലയാളത്തിൽ പറയാറുള്ള പോലെ ഞാൻ കുടിക്കാറുണ്ട്, ഞാൻ കുടിക്കുകയായിരുന്നു, ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പല രീതി പറയില്ലേ. ഈ പല രീതി തന്നെയാണ് നമ്മൾ ഈ ടെൻസ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് പതിയെ അതൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു ജനറലായിട്ട് ഇത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഇതത്ര ഭീകരമായൊരു സംഭവമല്ല എന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഞാനിങ്ങനെ പെട്ടെന്നാണ് എനിക്കതൊന്ന് സ്ട്രൈക്ക് ചെയ്തത്, എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് വേറെ കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ജസ്റ്റ് ജനറലായിട്ട് ഇതേപ്പറ്റി ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ.
നമ്മുടെ മനസ്സിലെ ഭയം കുറഞ്ഞാൽ തന്നെ നമുക്കറിയാതെ കുറച്ച് ആത്മവിശ്വാസമൊക്കെ വരും. അപ്പം കുറച്ച് ആത്മവിശ്വാസമൊക്കെ നിങ്ങളിൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാലേ ഒരു എത്രയാ സെൻറ്റൻസ് പറ്റുകയെന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. അതായത് നിങ്ങൾ ഇത് മാത്രം പറഞ്ഞാൽ മതി. നമ്മുടെ നേരത്തെ പറഞ്ഞ ആ വാലുള്ള ടീമും ED ടീമും മറ്റേ എന്താ പറയുക ഇറഗുലർ വേർബ് ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞ, അതൊക്കെ വെച്ചിട്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് സെൻറ്റൻസ് ഒക്കെ നിങ്ങൾ ഫ്രെയിം ചെയ്തിട്ട് നിങ്ങളൊന്ന് അത് എനിക്ക് ഇട്ട് തരണം. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നിങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ വന്ന് കമൻറ്റ് ചെയ്യുമ്പോഴേ വലിയ സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾക്കും അത് നല്ല രീതിക്ക് ഉപകാരപ്പെടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയണേ. ബൈ, താങ്ക് യു.